നിങ്ങളുടെ മകനില്ലേ അവിടെ? ഉണ്ട്. വിളിക്ക. ബാബുക്കുട്ടാ, എന്റെ പെങ്ങളുമായിട്ട് നിനക്ക് എന്താ ഇടപാട്? ചോദിച്ചു കേട്ടില്ലേ? സുജാതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനുള്ള വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇതിന് നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കി വെക്കാനാണ് ഭാവമെങ്കിൽ. എന്താ ഇവിടെ? നിങ്ങളുടെ മോനെ ഈ തെമ്മാടി കൊല്ലംപറമ്പത്തെ പെങ്കൊച്ചിന് എഴുത്തെഴുതി കൊടുത്തെന്ന് കെട്ടിക്കോളാന്നും പറഞ്ഞ്. എന്റെ ഭഗവതി, എനിക്കൊന്നും കേൾക്കണ്ടായേ. എന്റെ കുടുംബത്തിന്റെ ചോറ് നിന്ന് വളർന്നതാണെന്ന ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ ഈ ചെറ്റത്തരം ഞങ്ങളോട് കാണിക്കില്ലായിരുന്നു. കോട്ട, അവനൊരു തെറ്റ് പറ്റിപ്പോയാ ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പാ. ഞങ്ങളെ ഓർത്ത് ക്ഷമിക്കും. തനിക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തന്ന കത്ത് വരച്ചേരി കളഞ്ഞാൽ മതിയായിരുന്നു. അത് വീട്ടിലറിയിച്ചെന്നെ ചീത്ത വിളിക്കാനും ഭീഷണിപ്പെടുത്താനും ഏട്ടൻ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. തന്റെ ചേട്ടൻ പറയുന്നിട്ട് ഞാൻ മിണ്ടാകുന്നതേ ഞാനായിട്ട് തനിക്കൊരു നാണക്കേട് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ. ഇതെല്ലാം എന്തിനാ എന്നോട് പറയുന്നത്? എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ.